ഓപ്പറേഷൻ സിന്ദൂറിൽ വധിച്ച ലഷ്കർ ഭീകരൻ അബ്ദുൾ റൌഫിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്ത പാക് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പരസ്യമാക്കി ഭാരതം. US ട്രഷറി അബ്ദുൾ റൌഫിനെ നേരത്തെ അന്താരാഷ്ട്ര ഭീകരനായി മുദ്രകുത്തിയിരുന്നു. പാക് പഞ്ചാബിലെ പോലീസ് IG ഉൾപ്പെടെയാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഭാരതത്തിന്റെ നീക്കം. മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഭാരതത്തിൽ നടന്ന പല വിധ്വംസക പ്രവർത്തനങ്ങളുടെയും സൂത്രധാരിൽ ഒരാളായിരുന്നു അബ്ദുൾ റൌഫ്. ലഷ്കർ ആസ്ഥാനമായ മുറീക്കയിൽ ഭാരതം നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഭീകരതയെ എത്രത്തോളം താലോലിക്കുന്നുവെന്ന് വ്യക്തമാകുന്നതാണ് കൊടും ഭീകരന്റെ സംസ്കാര ചടങ്ങ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. പാകിസ്ഥാൻ ആർമിയുടെ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാവു ഇമ്രാൻ, ബ്രിഗേഡിയർ മുഹമ്മദ് ഫുറാഖാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചാബ് പ്രവിശ്യയിലെ ലെജിസ്ലേറ്റർമാരായ ഉസ്മാൻ അൻവറും മാലിക് ഷൊഹീബും ചടങ്ങിന് എത്തിയിരുന്നു. പാകിസ്ഥാൻ ഭീകരാക്രമണത്തെ കയറ്റിയയക്കുന്ന രാജ്യമാണെന്ന വിമർശനം ഭാരതം വർഷങ്ങളായി തന്നെ ഉന്നയിക്കുന്നതാണ്. UN ഉൾപ്പെടെയുള്ള വേദികളിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ ഭാരതം ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുമെന്ന് ഉറപ്പ്. ജനം, ഡൽഹി.